ഹോട്ടലിൽ പോയി സദ്യ കഴിക്കാന്നൊക്കെ പറഞ്ഞ മോശം 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 പരിപാടിയാ. ഓരോ ഐഡിയ ഉണ്ട്. നമ്മുടെ പുതിയ അയൽക്കാരിയെ നമ്മൾ കാര്യമായിട്ടൊന്ന് പരിചയപ്പെടാൻ പോകുന്നു. രാവിലെ തൊട്ട് അവിടെ നിന്ന് നല്ല കറികളുടെ മണല്ലേ. അപ്പൊ ഒന്ന് പരിചയപ്പെടുന്നത് പറ്റില്ലല്ലോ. യാതൊരു തെറ്റില്ല. ആരാ? ഞങ്ങളിത് അപ്പുറത്ത് താമസിക്കുന്നവരാ. പുതിയ ആൾക്കാർ വന്നിട്ടൊന്ന് പരിചയപ്പെടാൻ പറ്റില്ലല്ലോ. നിങ്ങൾ കയറി വാ. സോറി. വൈഫിന് ഭയങ്കര പരിഭവം. തിരുവോണമായിട്ട് ഞങ്ങൾ 3 പേര് ഇവിടെ വന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഞാനും ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിക്കുമായിരുന്നു. അയ്യോ അത് കുഴപ്പമില്ല, ഞങ്ങൾ കുറച്ചേരം കൂടി ഇവിടെ ഉണ്ടാവും. കാര്യമായിട്ട് കഴിച്ചിട്ടേ പോണുള്ളൂ. ആയിക്കോട്ടെ, എന്നാ കുറച്ച് സദ്യ കഴിച്ചിട്ട് പോവാ. ബൈ ദ ബൈ, മാഡം എന്ത് ചെയ്യുന്നു? സൈക്കാട്രിസ്റ്റ് ആണ്, അല്പം മെന്റലിസവും. നാരങ്ങവെള്ളം മാത്രം മതിട്ടാ. സൈക്കാട്രിസ്റ്റ് ആണ്, അല്പം മെന്റലിസവും. ഡോക്ടർ കാണിച്ചില്ലേ? മെന്റലല്ല, മെന്റലിസം. എന്തായാലും നിങ്ങളിവിടെ ഇരിക്കേ, ഞാനിപ്പോ വരാം. നാരങ്ങവെള്ളം മാത്രം മതിട്ടാ. സദ്യ കഴിക്കാനുള്ളതല്ലേ. ഹലോ, കുടിക്ക്. അല്ലെങ്കിൽ ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം. ഇരിക്കവിടെ, കുടിക്ക്. ഈ വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇനി മുതൽ നിങ്ങൾ എൻ്റെ അടിമകളായിരിക്കും. ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ അനുസരിക്കും. പറ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? വീട്ടിൽ അമ്മയില്ലാത്തോണ്ട് ഇന്ന് സദ്യ ഉണ്ടാക്കിയില്ല. അപ്പൊ അച്ഛനാ പറഞ്ഞ ആന്റിയെ പറ്റിച്ച് സദ്യ കഴിക്കാന്ന്. അയ്യോ, പച്ചക്കള്ളം. പച്ച സത്യം. ഞാൻ ഭരിച്ചിരുന്ന കാലത്ത് ആളുകൾ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. കേട്ടിട്ടില്ലേ? കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പുളിവചനം. മാവേലി. സോറി മാവേലിച്ചി. പെണ്ണല്ലേ. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്. ഉറക്കി കളയും ഞാൻ. എന്നാ സദ്യ എടുക്കട്ടെ? ഏയ്, നിർബന്ധമില്ല. നിക്ക്, കുറച്ച് മട്ടൺ സൂപ്പ് എടുക്കട്ടെ? മട്ടൻ സൂപ്പാ? അച്ഛാ, ഇതിന് പ്രാന്താന്ന് തോന്നുന്നുണ്ട്. വാ. അച്ഛൻ്റെ ഒരു കാസർഗോഡൻ സദ്യ. എന്തായാലും പുറത്താരും അറിയണ്ട, നാണക്കേട്.